ആലപ്പുഴ ചാരമൂടിലേക്ക് നമ്മൾ പോകുന്നു. ഒരു വാർത്തയുണ്ട്. കുടശനാട്ടിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. വിരണ്ടോടിയ ആന നിരവധി വാഹനങ്ങൾ തകർത്തു. പാപ്പാന പരിക്കേറ്റു. മാറ്റാൻ പറഞ്ഞോ, മുമ്പോട്ട് പറഞ്ഞോ, കാർ മാറ്റാൻ അവരുടെ ഭയങ്കര സൗകര്യൻ്റെ ഉള്ളിൽ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. ഇല്ല, കാറൊക്കെ മാറ്റാൻ മുമ്പോട്ട് പറയുന്നതാ. നിങ്ങളങ്ങ് കുറേ മാറേ, സ്ത്രീകളങ്ങ് മാറും. ഒരിക്കലും പറ്റത്തില്ല, കയറാൻ പറ്റത്തില്ല. ഗലിയോ ഉണ്ട്, അതിലൂടെ വേണം ചാടി കയറാം. സ്ത്രീകൾ മാറിക്കോ, അതിലൂടെ ചിലപ്പോൾ ചാടി കയറി അറിയത്തില്ല. വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നു. രഘു, ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കിയോ? ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ? പാപ്പാന് പരിക്കുണ്ട്. വിരണ്ട ആന ഉടൻ തന്നെ ചെയ്തത് തൊട്ടടുത്തുള്ള പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് എറിയുകയായിരുന്നു. ആ സമയത്ത് മറ്റു പാപ്പാന്മാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ആളുകളൊക്കെ ചിതറിയോടി. കാരണം പാപ്പാനെ തന്നെ ആദ്യം ആന എടുത്ത് എറിഞ്ഞ് കണ്ട ഒരു ഭീകരമായ അന്തരീക്ഷം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാട്ടുകാരെല്ലാം ചിന്നി ചിതറി ഓടി. എന്ന് മാത്രവുമല്ല, അടുത്ത് മറ്റ് ആനകൾ കൂടി ഉണ്ടായിരുന്നു. ആറാട്ട് ഘോഷയാത്രയുടെ ആറാട്ടിന് പോകുന്ന സമയത്താണ് ഈ അപകടം. ഈ ആന വിരണ്ട് ഓടിയത്. വിരണ്ടോടിയ ആനയെ സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ, കാറും ബസ്സും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർത്തു. പിന്നീട് ഫയർഫോഴ്സും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരൊക്കെ എത്തി അർദ്ധരാത്രിയോടുകൂടി ആനയെ തളയ്ക്കുകയായിരുന്നു. പരിക്കേറ്റ പാപ്പാനെ, ഇതൊരു ആലപ്പുഴ ജില്ലയുടെ അങ്ങ് കിഴക്കേ അറ്റം പത്തനംതിട്ടയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. തൊട്ടടുത്ത് പന്തളം എന്നുള്ള സ്ഥലത്താണുള്ളത്. ഉടൻ തന്നെ പാപ്പാനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പം ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അർദ്ധരാത്രിയോടുകൂടി ആനയെ തളച്ചു. ശരി, അർദ്ധരാത്രിയോടെ ഏതായാലും ആനയെ തളയ്ക്കാനായി രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മാറ്റാൻ പറഞ്ഞോ, മുമ്പോട്ട് പറഞ്ഞോ, കാർ മാറ്റാൻ അവരുടെ ഭയങ്കര സൗകര്യം.